പൊന്നണിഞ്ഞ കൊന്നപ്പൂക്കളും കണിവെള്ളരിയുടെ മഞ്ഞ വെളിച്ചവും ചേർന്ന് പ്രകൃതി ഒരുക്കുന്ന ഐശ്വര്യത്തിന്റെ ഉത്സവമാണ് വിഷു. ഓരോ വിഷുവും മലയാളിയുടെ മനസ്സിൽ പുതിയ പ്രതീക്ഷകളുടെയും കാത്തിരിപ്പിന്റെയും തുടക്കമാണ്. എന്നാൽ 2026 ഈ വിഷുപുലരി ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കേവലം വെറുമൊരു ആഘോഷം മാത്രമല്ല, മറിച്ച് അവരുടെ ജീവിതത്തിലെ വലിയൊരു പരിവർത്തനത്തിന്റെ നാന്ദി കൂടിയാണ്. കർക്കടക രാശിയിൽ ഉൾപ്പെടുന്ന സർപ്പദൈവങ്ങളുടെ അനുഗ്രഹത്താൽ ചൈതന്യവത്തായ ആയില്യം നക്ഷത്രം ജന്മനാ തന്നെ കൂർമ്മബുദ്ധിയും അസാമാന്യമായ കാര്യശേഷിയും ഉള്ളവരാണ്. പ്രതിസന്ധികളെ നേരിടാൻ ഇവർക്ക് പ്രത്യേകമായ ഒരു കരുത്തുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ആയില്യം നക്ഷത്രക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസികമായ അസ്വസ്ഥതകൾക്കും സാമ്പത്തികമായ ഇടുക്കങ്ങൾക്കും ഒരു അന്ത്യം കുറിച്ചുകൊണ്ട് 2026 വിഷു പുതിയൊരു ഉദയമായിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. വിഷുക്കണി ദർശിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് വരാനിരിക്കുന്ന ഒരു വർഷത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടാവുക എന്നത്. 2026 ഈ വിഷുബലം വിശകലനം ചെയ്യുമ്പോൾ ആയില്യം നക്ഷത്രക്കാർക്ക് മുന്നിൽ തെളിയുന്നത് വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റാൻ കഴിയുന്ന ഒരു കർമ്മപദമാണ്. നിങ്ങളുടെ വ്യക്തിത്വത്തിലും കരിയറിലും വലിയ മാറ്റങ്ങൾ ഈ വർഷം സംഭവിക്കാൻ പോകുന്നു. സാമ്പത്തികമായി ഒരു തിരിച്ചുപിടുത്തത്തിന്റെ കാലമാണിത്. തടസ്സപ്പെട്ട് കിടന്ന ധനസ്രോതസ്സുകൾ തുറക്കപ്പെടുകയും കഠിനാധ്വാനത്തിന് അർഹമായ ബലം ലഭിക്കുകയും ചെയ്യുന്ന സുദിനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. കുടുംബ ബന്ധങ്ങളിൽ പുലർത്തേണ്ട ജാഗ്രതയെക്കുറിച്ചും തൊഴിൽ മേഖലയിൽ കൈവരിക്കേണ്ട നയതന്ത്രപരമായ വിജയങ്ങളെക്കുറിച്ചും കൃത്യമായ സൂചനകൾ ഈ വർഷം നൽകുന്നുണ്ട്. ആത്മീയമായ ഉണർവ് നിങ്ങളിൽ പുതിയ ഊർജം നിറയ്ക്കും. ഭയപ്പെടാനല്ല, മറിച്ച് മുൻകരുതലുകളോടെയും ആത്മവിശ്വാസത്തോടെയും ഈ വർഷത്തെ വരവേൽക്കാനാണ് നാം തയ്യാറെടുക്കേണ്ടത്. ആയില്യം നക്ഷത്രക്കാരുടെ സ്വതസിദ്ധമായ ബുദ്ധിശക്തിയും ക്ഷമയും കൈമുതലാക്കി 2026 എങ്ങനെ വിജയകരമാക്കാം എന്നതിന് സമഗ്രമായ കാഴ്ചപ്പാടാണ് ഇനി നാം പരിശോധിക്കാൻ പോകുന്നത്. ഐശ്വര്യത്തിന്റെ ഈ വിഷുപുലരി നിങ്ങളിൽ ഏതൊക്കെ വാതിലുകളാണ് തുറക്കുക? തൊഴിലിലും സാമ്പത്തികത്തിലും നിങ്ങൾ കാത്തിരുന്ന ആ വലിയ മാറ്റം ഈ വർഷം സംഭവിക്കുമോ? നിങ്ങളുടെ കുടുംബജീവിതത്തിൽ സമാധാനത്തിന്റെ തെന്നൽ വീശുമോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമായി ആയില്യം നക്ഷത്രക്കാരുടെ 2026 സമ്പൂർണ്ണ വിഷുബലം ഈ വീഡിയോയിലൂടെ നമുക്ക് പരിശോധിക്കാം. ആയില്യം നക്ഷത്രക്കാർക്ക് 2026 വിഷുവിന് ശേഷമുള്ള കാലഘട്ടം ഔദ്യോഗിക ജീവിതത്തിൽ സമ്മിശ്ര ഫലങ്ങളാണ് നൽകുന്നത്. എങ്കിലും വർഷത്തിന്റെ പകുതിക്ക് ശേഷം അനുകൂലമായ കാറ്റ് വീശി തുടങ്ങും. സർക്കാർ അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ വർഷം ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും. നിങ്ങളുടെ ജോലി കൃത്യസമയത്ത് തീർക്കാൻ അമിതമായ അധ്വാനം ആവശ്യമായി വരും. സഹപ്രവർത്തകരിൽ നിന്നുള്ള മത്സരങ്ങൾ നിങ്ങളെ അല്പം മാനസികമായി തളർത്തിയേക്കാം. എങ്കിലും ആയില്യം നക്ഷത്രക്കാരുടെ സ്വതസിദ്ധമായ നയതന്ത്രജ്ഞത ഉപയോഗിച്ച് നിങ്ങൾ ഇതിനെ അതിജീവിക്കും. സ്ഥാനക്കയറ്റത്തിന് കാത്തിരുന്നവർക്ക് വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ അനുകൂലമായ വാർത്തകൾ പ്രതീക്ഷിക്കാം. മേലുദ്യോഗസ്ഥരുമായി വാക്കുതർക്കങ്ങൾ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്കോ അല്ലെങ്കിൽ നിലവിൽ വിദേശത്തുള്ളവർക്കോ 2026 വിഷുബലം വളരെ ശുഭകരമാണ്. പുതിയ വിസ ലഭിക്കാനോ ഗ്രീൻ കാർഡ് പോലുള്ള സ്ഥിര താമസത്തിനുള്ള അനുമതികൾ ലഭിക്കാനോ ഉള്ള തടസ്സങ്ങൾ നീങ്ങും. IT, ആരോഗ്യരംഗം, ഗവേഷണം എന്നീ മേഖലകളിലുള്ളവർക്ക് വിദേശത്ത് വലിയ അംഗീകാരങ്ങൾ ലഭിക്കും. സ്വന്തമായി ബിസിനസ് നടത്തുന്നവർക്ക് ഈ വർഷം വിപുലീകരണത്തിന് അനുയോജ്യമാണ്. എന്നാൽ വലിയ തുകകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് വിശ്വസ്തരായ വ്യക്തികളുമായി കൂടിയാലോചന നടത്തുക. പങ്കാളിത്ത കച്ചവടങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കച്ചവടത്തിൽ സുതാര്യത ഉറപ്പുവരുത്തുക. കെട്ടിട നിർമ്മാണം, ഹോട്ടൽ രംഗം, കൃഷി അനുബന്ധ വ്യവസായങ്ങൾ എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മികച്ച ലാഭം കൊയ്യാവുന്ന വർഷമാണിത്. സാമ്പത്തികമായി ആയില്യം നക്ഷത്രക്കാർക്ക് 2026 മിതമായ ഫലങ്ങളാണ് നൽകുന്നത്. ധനസമ്പാദനത്തിന് പല വഴികൾ തുറക്കപ്പെടുമെങ്കിലും ചെലവുകൾ വർദ്ധിക്കുന്നത് നിങ്ങളെ അല്പം വലച്ചേക്കാം. സുസ്ഥിരമായ വരുമാനത്തിന് പുറമെ മറ്റ് സ്രോതസ്സുകളിൽ നിന്നും പണം വരാൻ സാധ്യതയുണ്ട്. പൂർവിക സ്വത്തുക്കളിൽ നിന്നുള്ള ലാഭം, ഷെയർ മാർക്കറ്റ് തുടങ്ങിയവയിൽ നിന്നുള്ള നേട്ടങ്ങൾ എന്നിവ പ്രതീക്ഷിക്കാം. എന്നാൽ ലോട്ടറി പോലുള്ള ഭാഗ്യപരീക്ഷണങ്ങളിൽ അധികം താല്പര്യം കാണിക്കാതിരിക്കുന്നതാണ് നല്ലത്. കുടുംബത്തിലെ ശുഭകാര്യങ്ങൾക്കായി വലിയൊരു തുക ചെലവാക്കേണ്ടി വരും. വീട് പുതുക്കി പണിയാനോ പുതിയ വാഹനം വാങ്ങാനോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 2026 മധ്യത്തോടെ അതിനുള്ള പണം ഒത്തുവരും. അനാവശ്യമായ ആഡംബരങ്ങൾ ഒഴിവാക്കുന്നത് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ സഹായിക്കും. പഴയ കടങ്ങൾ വീട്ടാൻ നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുന്നതോ വലിയ തുകകൾ കടം കൊടുക്കുന്നതോ ഈ വർഷം ഒഴിവാക്കണം. കൊടുത്ത പണം തിരികെ ലഭിക്കാൻ താമസം നേരിട്ടേക്കാം. കുടുംബജീവിതത്തിൽ ആയില്യം നക്ഷത്രക്കാർക്ക് 2026 സമാധാനപരമായ അന്തരീക്ഷമാണ് നൽകുന്നത്. എങ്കിലും ചെറിയ ചില അസ്വാരസ്യങ്ങൾ ഇടയ്ക്കിടെ ഉണ്ടായേക്കാം. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ട വർഷമാണിത്. അവരുടെ ആവശ്യങ്ങൾ കണ്ടിറങ്ങി ചെയ്യുന്നത് കുടുംബത്തിൽ ഐശ്വര്യം കൊണ്ടുവരും. പിതൃസ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് ചർച്ചകളിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കുക. കോടതി വ്യവഹാരങ്ങൾ പരമാവധി ഒഴിവാക്കുക. സഹോദരങ്ങളുമായി അടുത്ത ബന്ധം പുലർത്താൻ സാധിക്കും. കുടുംബത്തിലെ ചെറിയ ഒത്തുചേരലുകൾ മനസ്സിന് സന്തോഷം നൽകും. സമൂഹത്തിൽ നിങ്ങളുടെ പദവി ഉയരും. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും പ്രാദേശികമായ കൂട്ടായ്മകളിലും നിങ്ങൾ സജീവമാകും.
ഇത് നിങ്ങൾക്ക് പുതിയ സുഹൃത്തുക്കളെയും ബന്ധങ്ങളെയും സമ്മാനിക്കും. ദാമ്പത്യ ജീവിതത്തിൽ ആയില്യം നക്ഷത്രക്കാർ ഈ വർഷം അല്പം വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകേണ്ടി വരും. പങ്കാളിയുമായുള്ള ബന്ധത്തിൽ കൂടുതൽ ഊഷ്മളത കൊണ്ടുവരാൻ ശ്രമിക്കണം. നിങ്ങളുടെ ജോലി തിരക്ക് കാരണം പങ്കാളിയെ അവഗണിക്കുന്നു എന്ന തോന്നലുണ്ടാകാതെ നോക്കുക. ചെറിയ കാര്യങ്ങൾക്ക് ദേഷ്യപ്പെടുന്നത് ഒഴിവാക്കണം. വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ പങ്കാളിയോടൊപ്പം യാത്രകൾ പോകാനും സമയം ചെലവഴിക്കാനും അവസരം ലഭിക്കും. ഇത് ബന്ധം കൂടുതൽ ദൃഢമാക്കും. കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിലും സ്വഭാവ രൂപീകരണത്തിലും നിങ്ങൾ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വരും. അവർക്ക് നിങ്ങളുടെ മാർഗനിർദ്ദേശം ആവശ്യമായ സമയമാണിത്. മക്കളുടെ നേട്ടങ്ങളിൽ നിങ്ങൾക്ക് അഭിമാനിക്കാൻ വകയുണ്ടാകും. ദമ്പതികൾക്ക് സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് 2026 ശുഭവാർത്തകൾ നൽകാൻ സാധ്യതയുള്ള വർഷമാണ്. വിവാഹപ്രായമെത്തിയ ആയില്യം നക്ഷത്രക്കാർക്ക് അനുയോജ്യമായ ആലോചനകൾ ഈ വർഷം ഒത്തുവരും. ജൂൺ മാസത്തിന് ശേഷമുള്ള സമയം വിവാഹ നിശ്ചയത്തിനും വിവാഹത്തിനും കൂടുതൽ അനുയോജ്യമാണ്. പ്രണയിക്കുന്നവർക്ക് വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ സാധിക്കും. ആയില്യം നക്ഷത്രക്കാർ സഹജമായി തന്നെ ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുള്ളവരാണ്. 2026 വിഷുവിന് ശേഷം നിങ്ങളുടെ ആത്മീയ ചിന്തകൾ കൂടുതൽ ആഴത്തിലുള്ളതാകും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും തീർത്ഥയാത്രകൾ നടത്താനും നിങ്ങൾക്ക് അവസരം ലഭിക്കും. ഇത് നിങ്ങളുടെ മനസ്സിന് വലിയ ശാന്തിയും സമാധാനവും നൽകും. പ്രാർത്ഥനകൾക്കും മന്ത്രജപങ്ങൾക്കും സമയം കണ്ടെത്തുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. അമിതമായ ചെലവുകൾ നിങ്ങളുടെ ഉറക്കത്തെയും സമാധാനത്തെയും ബാധിച്ചേക്കാം. യോഗ, ധ്യാനം എന്നിവ ശീലമാക്കുന്നത് വലിയ ഗുണകരമാണ്. വിഷമഘട്ടങ്ങളിൽ തളരാതെ മുന്നോട്ട് പോകാൻ ആത്മീയ ബലം നിങ്ങളെ സഹായിക്കും. സർപ്പദൈവങ്ങളെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്യുന്നത് ആയില്യം നക്ഷത്രക്കാർക്ക് തടസ്സങ്ങൾ നീങ്ങാൻ ഉത്തമമാണ്. ഭക്ഷണ കാര്യത്തിൽ കൃത്യനിഷ്ഠ പാലിക്കുക. പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുന്നത് നന്നായിരിക്കും. പ്രായമായ ആയില്യം നക്ഷത്രക്കാർക്ക് കാൽമുട്ടുവേദനയോ നടുവേദനയോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കൃത്യമായ വ്യായാമം ആവശ്യമാണ്. ജോലിയിലെ സമ്മർദ്ദം ആരോഗ്യത്തെ ബാധിക്കാതെ നോക്കണം. കൃത്യസമയത്ത് വിശ്രമിക്കുന്നത് ശീലമാക്കുക. വിദ്യാർത്ഥികൾക്ക് ഈ വർഷം മികച്ചതാണ്. ആയില്യം നക്ഷത്രക്കാരുടെ ഏകാഗ്രതയും ഗ്രഹിക്കാനുള്ള കഴിവും പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ സഹായിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിന് തയ്യാറെടുക്കുന്നവർക്ക് ആഗ്രഹിച്ച വിഷയം തിരഞ്ഞെടുക്കാൻ സാധിക്കും. വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകും. എങ്കിലും കൂട്ടുകെട്ടുകളിൽ അല്പം നിയന്ത്രണം വേണം. അലസത ഒഴിവാക്കി പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നാഴികക്കല്ലായി മാറും. പുതിയ വാഹനം വാങ്ങാൻ യോഗമുണ്ട്. വസ്തു സംബന്ധമായ ഇടപാടുകൾ നടത്തുമ്പോൾ രേഖകൾ കൃത്യമായി പരിശോധിക്കുക. ആയില്യം നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് ഈ വർഷം കുടുംബത്തിൽ കൂടുതൽ പ്രാധാന്യം ലഭിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുരസ്കാരങ്ങളോ അംഗീകാരങ്ങളോ ലഭിക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യകാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യരുത്. കലാകാരന്മാർക്കും എഴുത്തുകാർക്കും തങ്ങളുടെ സർഗാത്മകത പുറത്തെടുക്കാൻ മികച്ച അവസരങ്ങൾ ലഭിക്കും. സോഷ്യൽ മീഡിയ വഴിയോ മറ്റോ നിങ്ങളുടെ കഴിവുകൾ ശ്രദ്ധിക്കപ്പെടും. പെട്ടെന്ന് പ്രകോപിതരാകുന്ന സ്വഭാവം നിയന്ത്രിക്കുക. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം. കാരണം നിങ്ങളുടെ ഒരു വാക്ക് ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കിയേക്കാം. തൊഴിലിടങ്ങളിൽ സമയനിഷ്ഠ പാലിക്കുന്നത് മേലുദ്യോഗസ്ഥരുടെ പ്രീതി പിടിച്ചുപറ്റാൻ സഹായിക്കും. കഴിയുന്നത്ര പാവപ്പെട്ടവരെ സഹായിക്കുക. ഇത് നിങ്ങളുടെ കർമ്മദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ആയില്യം നക്ഷത്രത്തിന്റെ അധിപൻ സർപ്പദൈവങ്ങളാണ്. അതിനാൽ നാഗരാജാവിനും നാഗയക്ഷിക്കും പാൽപായസമോ നൂറും പാലും സമർപ്പിക്കുന്നതോ ഉത്തമമാണ്. കൂടാതെ ബുധനാഴ്ചകളിൽ വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുകയും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും സാമ്പത്തിക നേട്ടങ്ങൾക്കും തടസ്സങ്ങൾ മാറാനും സഹായിക്കും. ശിവക്ഷേത്ര ദർശനവും ധാര വഴിപാടുകളും മനഃശാന്തിക്കുത്തമമാണ്. 2026 വിഷു മുതൽ ഒരു വർഷക്കാലം ആയില്യം നക്ഷത്രക്കാർക്ക് വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റാൻ കഴിയുന്ന കാലഘട്ടമാണ്. തുടക്കത്തിൽ തന്നെ തടസ്സങ്ങൾ തോന്നാമെങ്കിലും നിങ്ങളുടെ കഠിനാധ്വാനവും ദൈവാനുഗ്രഹവും കൊണ്ട് അവയെല്ലാം തരണം ചെയ്യാൻ സാധിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ മിതത്വം പാലിക്കുകയും കുടുംബ ബന്ധങ്ങൾക്ക് മുൻഗണന നൽകുകയും ചെയ്താൽ ഈ വർഷം ഐശ്വര്യപൂർണമായിരിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാം. പക്ഷേ ഓരോ ചുവടും ശ്രദ്ധിച്ചു വയ്ക്കുക. എല്ലാ ആയില്യം നക്ഷത്രക്കാർക്കും ഐശ്വര്യപൂർണമായ ഒരു വിഷുക്കാലം നേരുന്നു.